അതുപോലെ തന്നെ ഇങ്ങനെ പലപ്പോഴും റോള് ചോദിക്കാൻ അങ്ങനെ ഒരു മടിയൊന്നും തോന്നിയിട്ടില്ലേ സൈജുന്? ഇല്ലല്ലോ, ഒരിക്കലും. പലരും അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നുള്ളത്. അതിന് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു? ഇതന്നെയാണ് എൻ്റെ കളം, ഞാൻ ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളതിന് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു? അല്ല, വേറെ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ സെയിൽസ് പറ്റുന്നില്ല, മനസ്സിലായില്ലേ, ജീവിക്കണ്ടേ. അപ്പോൾ എൻ്റെ അച്ഛന് ബിസിനസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അച്ഛൻ്റെ സംഭവം എന്ന് വെച്ചാൽ നീ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. യു ഷുഡ് ഹാവ് ഇൻകം. അപ്പോൾ അത് ആ ഒരു നിവൃത്തിയുടെ കാരണം ഇനിയിപ്പം സിനിമ ഞാൻ ഇഷ്ടപ്പെട്ടും തുടങ്ങി. പിന്നെ അതൊരു ഇപ്പം എല്ലാവർക്കും പാഷനാണ്. ആ പാഷൻ എന്നിലേക്കും വന്നു. അപ്പം ഇനിയിപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് സിനിമകളില്ലാത്ത സമയത്ത് ഞാൻ ചാൻസ് ചോദിച്ചു തുടങ്ങി. അതിന് ആ സമയത്ത് ഒരു കോംപ്ലക്സൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ചോദിച്ചാൽ അവരിനി എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള അവരിൽ 1-2 പേർക്ക് ഈ പ്രോബ്ലം ഉണ്ട്. എടാ അത് ഞാൻ വിളിച്ചാൽ അവർ ചിലപ്പോൾ ബിസി ആയിരിക്കുമോടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണത് വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓർക്കില്ല അല്ലേ. അപ്പോൾ ഇപ്പോഴും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാനിപ്പം പലരോടും ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കുന്നുണ്ട്. ചാൻസ് ചോദിച്ചിട്ട് കിട്ടിയ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഇപ്പം ട്രിവാൻഡ്രം ലോഡ്ജിൽ ബ്രേക്ക് കിട്ടി വന്നപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചാൻസ് ചോദിക്കണ്ട ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് 1983 കിട്ടൂല. ഈ അടുത്തേ ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊരു പിക്ചർ കണ്ടു, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുമായിട്ടുള്ള പിക്ചർ. ആ ഓർമ്മ എന്താണ്? അവനെ പറ്റി ഓർക്കുമ്പം ഇതാണ് രതീഷ് നായർ. അവനെൻ്റെ വളരെ 11th 12th ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇവനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും നാഗ്പൂരിലായിരുന്നു. അവനിപ്പം ഹൈദരാബാദാണ്, ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡാണ്. എൻ്റെ ഈ അറ്റൻഡൻസ് വിളിക്കുമല്ലോ, അപ്പോൾ പേരെടുത്ത് വിളിക്കുമ്പോഴത്തേക്കും കുറുപ്പെന്ന് കേട്ടപ്പോൾ അവന് മനസ്സിലായി മലയാളിയാണ്. അപ്പോൾ ഇവൻ രതീഷ് നായരാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് എന്നെ പരിചയപ്പെടുകയും അന്നോട്ട് ഇവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനിപ്പോൾ ഒരു ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നില്ല, ഞാനൊരു ഭയങ്കര സ്പോർട്സ് പേഴ്സൺ ആയിരുന്നില്ല. ഞാൻ വളരെ നോർമലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ്റെ ഇഷ്ടം കണ്ടപ്പോൾ എനിക്ക് ഇവനോട് ഇപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്നേഹിച്ചു പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സായി. എനിക്ക് തോന്നുന്നത് അവൻ്റെ അമ്മ മരിച്ചായിരുന്നു 98 എന്തോ. അപ്പോൾ ആ സമയത്തെടുത്ത ഫോട്ടോയാണത്. അവനന്ന് ഗോവയിൽ അവൻ ഹോട്ടൽ മാനേജർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി ഗോവയിൽ നിന്ന് അവൻ ട്രിവാൻഡ്രത്ത് ആയിരുന്നു അമ്മ. അപ്പം നാഗ്പൂരിൽ വന്നിട്ട് അവൻ ട്രിവാൻഡ്രത്തേക്ക് പോയിരുന്നു. അപ്പോൾ ആ സമയത്തെടുത്ത ഫോട്ടോയാണ് അത്. ഞാൻ സിനിമയിൽ വന്നു, ഞാൻ സ്ട്രഗ്ലിംഗ് ആണ്, എനിക്ക് സിനിമയൊന്നുമില്ല. ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഗൂഗിൾ ചെയ്യും എൻ്റെ പേര് ഏതെങ്കിലുമൊക്കെ പുതിയ പടത്തിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ചില പടങ്ങളിലൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ പേര് അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ എടാ ഒരു പുതിയ പടത്തിൽ നിൻ്റെ, അപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ പോയിട്ട് ഫസ്റ്റ് പരിപാടി എനിക്ക് തോന്നുന്നത് എൻ്റെ പേര് ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. അവൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇത് നിൻ്റെ പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ഉണ്ടോ, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഉടനെ ലാപ്ടോപ്പ് എടുത്തിട്ട്, അന്ന് മൊബൈലിൽ ചെയ്യാൻ പറ്റില്ല, ഗൂഗിൾ ചെയ്യും. അപ്പോൾ ശരിയാണ് പേര് കൊടുത്ത്. അപ്പോൾ എനിക്ക് പരിചയമില്ല, ഞാൻ പുതുതായിട്ട് വന്ന കാരണം ഇനിയിപ്പോൾ എങ്ങനെ അവരെ വിളിക്കും, വിളിച്ചാൽ ചിലപ്പോൾ ഇനിയിപ്പം കാശ് തന്നില്ലെങ്കിലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തോട്ട് പ്രോസസ്സൊക്കെ പോകും. അപ്പോൾ ഇവൻ പറയണം എടാ നീ വിളിക്ക്, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വിളിക്ക്, ആരെങ്കിലുമൊക്കെ ഇതാണ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു മെയിൻ ഡയറക്ടറുടെ സിനിമ ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ സിനിമ ഞാൻ ചെയ്തത്. അപ്പം മുല്ല ചെയ്തു ഞാൻ. അപ്പോൾ മുല്ല കഴിഞ്ഞിട്ട് ലാൽ ജോസ് സാർ അടുത്ത പടം ചെയ്യുകയാണ്. അപ്പോൾ എന്നെ വിളിക്കും, എടാ ഡയറക്ടർ ലാൽ ജോസ് പുതിയ സിനിമ ചെയ്യുന്നിട്ടല്ലോ. ഞാൻ പറഞ്ഞാ ഉണ്ട്, നീല്ലേ? ഞാൻ പറയും എടാ എന്നെ വിളിച്ചിട്ടില്ല. അല്ല ഇത് നീ വേണമല്ലോ. അപ്പോൾ ഞാൻ പറയും ഞാൻ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ കഥാപാത്രം വേണ്ടേ. നീ പുള്ളിയുടെ പടത്തിൽ അഭിനയിച്ചതല്ലേ, അപ്പോൾ നീ വിളിക്ക്. ഞാൻ പറയാം അങ്ങനെ വിളിച്ച് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണം. എന്തായാലും ഒരു പടത്തിൽ അഭിനയിച്ചല്ലോ, അപ്പോൾ പുള്ളിക്ക് എന്തായാലും ഓർമ്മ കാണുമല്ലോ, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടുപേർക്കും മനസ്സിലാവും നമ്മളെ സിനിമയിലില്ല, എന്നെ വിളിച്ചിട്ടുമില്ല, ഇവനും അറിയും. അപ്പോൾ എന്നാലും പുള്ളി എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിന്നെ കാസ്റ്റ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതവൻ്റെ ഒരു ഇതാണ്, എന്താണ് എനിക്ക് സിനിമകൾ വേണം എന്നുള്ളത്. ഇവൻ നമ്മുടെ കൂടെ പഠിച്ച കുറേ പേരുടെ ഇടയ്ക്കിലൊക്കെ ഇവനെ ഹൈദരാബാദ് വെച്ച്, ഇപ്പോൾ കേരളത്തിലേക്ക് അങ്ങനെ ആരും വരാറില്ല നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ. പക്ഷേ ഹൈദരാബാദൊക്കെ ഈ എന്താണ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയത് കാരണം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കൂടുതലുള്ള കാരണം അവിടെ പലരും എത്തുമല്ലോ. അങ്ങനെ ഇവനെ കാണും. അപ്പോൾ ഇവനെ കാണുമ്പോഴത്തേക്കും സൈജു ഇത്ര ദോസ്താണ്, സൈജു കസാവോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അന്ന് അവർക്ക് എന്നെ പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പം ഇവൻ പറയും അപ്പോൾ ബഹുത് ബഡാ സ്റ്റാർ है केरल में. അതായത് ഞാൻ ഭയങ്കര താരമാണെന്ന് ഇവിടെ ഈ ബിൽഡപ്പാണ് അവൻ കൊടുക്കുന്നത്.
ഞാൻ പറഞ്ഞു എടാ രതീഷ് നീ എന്തിനാണ് വെറുതെ അവൻ ഈ പറഞ്ഞവന്മാർ ഏതെങ്കിലും മലയാളിയെ കണ്ട് സൈജു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഭയങ്കര സ്റ്റാറാണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സൈജു ഗ്രൂപ്പിനെ അറിയ കൂടെ ഇല്ലായിരിക്കും. നീ വെറുതെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുക്കില്ലേ, എടാ ഇരിക്കട്ടെടാ അതൊക്കെ വേണം. ഇതാണ് അവൻ, മനസ്സിലായില്ലേ? ഇപ്പോഴും അവൻ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് എന്തായി അടുത്ത പടം ഏതാണ്. പിന്നെ ചില പടങ്ങൾ നമ്മൾ പറഞ്ഞു കാണും ഇങ്ങനെ എടാ ഒരു പടം ചെയ്യുന്നുണ്ട്, പുതുമുഖ സംവിധായകൻ്റെ ആയിരിക്കും, ആ പേരൊക്കെ അവന് കറക്റ്റായിട്ട് ഓർമ്മയാണ്, പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും. അപ്പോൾ ചിലപ്പോൾ ഈ ഷൂട്ട് തുടങ്ങാൻ നേരത്തായിരിക്കും ചിലപ്പോൾ ഡേറ്റ് ചിലപ്പോൾ മാച്ച് ചെയ്യാണ്ട് ഞാൻ പടം ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ അവനൊക്കെ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടാ നീ അന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ സോയൻസോ അയാളുടെ പടം ചെയ്യുന്നത് അത് കഴിഞ്ഞോ, അത് എന്താണ് സംഭവം? ഞാൻ പറഞ്ഞിട്ട് അത് ഡേറ്റ്, ഓ അത് ശരി. അപ്പോൾ അതിന് ഭയങ്കര ദുഃഖമാണ്, ഓ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കക്ഷിയാണ്. ഒരു പക്ഷെ നമ്മളെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന ചില സുഹൃത്തുക്കളല്ലേ, അങ്ങനെയുള്ളൊരു വലിയ സ്ട്രെങ്ത് ആണ് നമ്മുടെ എല്ലാ സിറ്റുവേഷൻസിലും അവരുണ്ടാവാന്ന് പറയുന്നത്. എൻ്റെ വൈഫ് പറയാറുണ്ട് സൈജുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം രതീഷിനെ പോലത്തെ ഒരു സുഹൃത്തുള്ളതാണ്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു സുഹൃത്ത് കാണില്ല. ഇവൻ ആക്ച്വലി ഈസ് ലൈക്ക് എ ബ്രദർ. അവൻ എന്നെക്കാളും ഒരു 6-7 മാസത്തേക്ക് മൂപ്പുണ്ട്. തിരുവനന്തപുരംകാരനാണ്, വെള്ളായനിക്കാരനാണ്. എൻ്റെ ട്രിവാൻഡ്രം ലോഡ്ജിലെ കഥാപാത്രം ഷിബു വെള്ളായനി എന്നാണ്. അപ്പോൾ വെള്ളായനി നിയമം ആ ഏരിയയാണ് എൻ്റെ വീട്. പക്ഷെ അവൻ വളർന്നിരിക്കുന്നതൊക്കെ നാഗ്പൂരിലാണ്. അപ്പോൾ അവൻ്റെ മലയാളം മറ്റേ കുറച്ചാണ്. രതീഷ് വിളിക്കുമ്പോൾ അന്വേഷിച്ചു എന്ന് പറയും. തീർച്ചയായും ഒരുപാട് സന്തോഷം ഈ കഥ കേട്ടപ്പോൾ. എന്താ പറയാ, ഇങ്ങനെ ഇരുന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. യു ആർ റിയലി ഓസം. താങ്ക് യു. അടിപൊളിയാവട്ടെ, ഇനി നല്ല വർക്ക്സ് കിട്ടട്ടെ. താങ്ക് യു. ഓൾ പ്രേയേഴ്സ്. താങ്ക് യു.